നമ്മുടെ ജീവിതത്തിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ സന്തോഷത്തിനായി നമ്മൾ പലതും ചെയ്യാറുണ്ട്. അവർ വിഷമിക്കരുതെന്ന് കരുതി നമ്മൾ പലതും ചെയ്യാറുണ്ട്. ഈ പ്രാധാന്യം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൊടുക്കാറുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണും. ആയിരത്തി 1956 സൈക്കോളജിസ്റ്റും ഫിലോസഫറുമായ എറിക് ഫ്രോം ദ ആർട്ട് ഓഫ് ലവിങ് എന്ന പുസ്തകത്തിൽ സെൽഫ് ലവ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെൽഫ് ലവ് അഥവാ സ്വയം സ്നേഹിക്കുക. സെൽഫ് ലവ് എന്നാൽ നാർസിസിസമോ സെൽഫിഷ്നെസ്സോ അഹങ്കാരമോ ഒന്നുമല്ല. മനുഷ്യൻ്റെ സുഖകരമായ സന്തോഷപൂർണമായ ജീവിതത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണത്. നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നിങ്ങളോട് ഒരു സങ്കടം പറയുന്നു. നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? അത് സാരമില്ല, പോട്ടെ, ഇതിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലെങ്കിൽ ഇതിൽ ഇത്ര സങ്കടപ്പെടാൻ എന്താ ഉള്ളത്, ഇതൊക്കെ നമ്മുടെ തെറ്റല്ലല്ലോ, കുറേ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിന് പുറത്തല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ നന്നായിട്ട് ആശ്വസിപ്പിക്കും. പക്ഷേ ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുക? എല്ലാം എൻ്റെ തെറ്റാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനത്ര പോരാ, എനിക്കിതിനൊന്നും കഴിവില്ല. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് കോൺഫിഡൻസ് കൂടെ ഈ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് കാരണം നമ്മൾ ഇല്ലാതാക്കും. ഇത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഞാൻ ഒരു വാല്യൂവും ഇല്ലാത്ത ആളാണെന്നും ഞാൻ വർത്ത്ലെസ് ആണെന്നും എന്നെ ഒന്നിനും കൊള്ളില്ലെന്നും എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നും ഒക്കെയുള്ള നിരന്തരമായ ചിന്തകൾ നമ്മുടെ സന്തോഷം കെടുത്തും. നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ ഒരു പരാജയത്തിൻ്റെ ലൂപ്പിൽ കിടന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാതാവും. എങ്ങനെയാണ് നമ്മളിതിനെ ഓവർകം ചെയ്യുക? മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവനവനെയും സ്നേഹിക്കാൻ പഠിക്കുക. സെൽഫ് കോൺഫിഡൻസ് പോലെ, സെൽഫ് ട്രസ്റ്റ് പോലെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് സെൽഫ് ലവ്. എന്താണ് സെൽഫ് ലവിൻ്റെ പ്രാധാന്യം? എന്തുകൊണ്ടാണ് ഞാൻ എന്നെ സ്നേഹിക്കേണ്ടത്? സെൽഫ് ലവ് ഇല്ലാത്ത ഒരാൾ എപ്പോഴും നമ്മുടെ കുറ്റങ്ങളും കുറവുകളെയുമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും പോയിൻ്റ് ചെയ്യുന്നത് എനിക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. എനിക്ക് പൈസയില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലിയില്ല, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെ വളർന്ന ആളുകൾ നല്ല പൊസിഷനിലാണ്, നല്ല ജോലിയിലാണ്, അവർക്ക് നല്ല ശമ്പളമുണ്ട്, അവരുടെ ലൈഫ് എൻ്റെക്കാളും വളരെ മെച്ചപ്പെട്ടതാണ്. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്ത് നമ്മളെ തട്ടിച്ചു നോക്കി എൻ്റെ ഇല്ലായ്മകളെ ഓർത്ത് വേവലാതിപ്പെടും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഉള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പലപ്പോഴും കാണാറില്ല. എപ്പോഴാണോ നമ്മൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുന്നത്, സ്വയം കമ്പാഷനേറ്റ് ആവുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള യുണീക്നെസ് കാണാൻ പറ്റൂ. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണോ? നിങ്ങൾക്ക് നിങ്ങളെ അത്രയും ഇഷ്ടമാണോ? ഇല്ലെന്ന് എങ്ങനെ തിരിച്ചറിയാം? അതിനുള്ള 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 1. ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്. എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്കില്ലുമില്ല, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വളരെ മോശമാണ്, ഞാനൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്, എന്നെ കൊണ്ട് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒരു ഗുണവുമില്ല. ഇങ്ങനെയുള്ള തോന്നലുകൾ നിങ്ങൾക്കുണ്ടാവാറുണ്ടോ? 2. ഫിയർ ഓഫ് ഫെയിലിയർ. എന്ത് കാര്യം ചെയ്യുമ്പോഴും, എന്തെങ്കിലും ഒരു കാര്യം പുതുതായി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും തോറ്റുപോകുമോ, ഞാനിതിൽ പരാജയപ്പെട്ടു പോകുമോ, പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും, പിന്നെ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് പിറകോട്ട് വലിക്കാറുണ്ടോ? 3. നിങ്ങളൊരു ടോക്സിക്കായ അബ്യൂസീവായ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ അതിൻ്റെ അകത്ത് പെട്ടുകിടക്കുന്ന ഒരാളാണോ? ഇതല്ലാതെ എനിക്ക് ജീവിതത്തിൽ വേറൊരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ എന്നെ പോലെ ഒരാളെ ആര് സ്നേഹിക്കും, എനിക്ക് ഇത്ര വാല്യൂ മാത്രമേ ഉള്ളൂ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അബ്യൂസീവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ? 4. സീക്കിംഗ് എക്സ്റ്റേണൽ വാലിഡേഷൻ ആൻഡ് അപ്രൂവൽ. എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്ന ആളാണോ നിങ്ങൾ? എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റാവാം, അതെനിക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളാം, ഈ ഡ്രസ്സ് എനിക്ക് നന്നായി ചേരുന്നുണ്ട്, ഇതൊക്കെ മറ്റൊരാൾ പറയുമ്പോൾ മാത്രമാണ് ഞാൻ കംഫർട്ടബിൾ ആവുന്നത്. ഇങ്ങനെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റാരുടെയെങ്കിലും അഭിപ്രായം കേൾക്കുന്ന ആളാണോ നിങ്ങൾ? 5. നെഗ്ലക്റ്റിംഗ് പേഴ്സണൽ നീഡ്സ്. ജോലിയുടെയും ജീവിതത്തിൻ്റെയും തിരക്കുകൾക്കിടയിൽ സ്വന്തം കാര്യം നോക്കാൻ, സ്വന്തം കാര്യത്തെ പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കാത്ത ഒരാളാണോ നിങ്ങൾ?
മറ്റുള്ളവർക്ക് എല്ലാം പെർഫെക്റ്റായി ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സെൽഫ് കെയറിനുള്ള സമയം കണ്ടെത്താൻ നിങ്ങൾ ബുദ്ധിമുട്ടാറുണ്ടോ? ഈ 5 കാര്യങ്ങളിൽ അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് എന്ന സ്കില്ല് പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. സെൽഫ് ലവ് എന്നാൽ മുടിയും താടിയും വെട്ടി ഒതുക്കി നന്നായി വൃത്തിയായി നടക്കുക എന്നോ ഇടയ്ക്കൊരു മാനിക്യൂറോ പെഡിക്യൂറോ ഫേഷ്യലോ ഒക്കെ ചെയ്ത് മുഖവും ശരീരവും മിനുക്കുക എന്നോ അല്ല അർത്ഥം. സെൽഫ് ലവ് കുറച്ചുകൂടി ഡീപ്പാണ്. സ്വയം സ്നേഹിക്കുന്നത് എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാം, അതിനുള്ള കുറച്ച് വഴികളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനം, നോ യുവർ സെൽഫ്. നിങ്ങളെ തിരിച്ചറിയുക. നിങ്ങളുടെ കഴിവുകളും പോരായ്മകളും തിരിച്ചറിയുക. മറ്റു പലർക്കുമില്ലാത്ത കഴിവുകൾ എനിക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും അപ്പോഴായിരിക്കും. നിങ്ങളുടെ പോരായ്മകളെ തിരിച്ചറിയുക. അവയെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. നിങ്ങളെക്കുറിച്ചോർത്ത്, നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചോർത്ത് അഭിമാനിക്കാൻ പഠിക്കുക. സന്തോഷിക്കാൻ പഠിക്കുക. ഫോർഗിവ് യുവർ സെൽഫ്. നമ്മളെല്ലാവരും പണ്ടെന്നോ സംഭവിച്ച പരാജയങ്ങളെ ഓർത്ത്, മുമ്പെങ്ങോ ചെയ്തു പോയ മണ്ടത്തരങ്ങളെ ഓർത്ത് ഒരുപാട് സമയം കളയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഓരോ ദിവസത്തിൻ്റെയും ഒരേറിയ പങ്കും ഇങ്ങനെയുള്ള ചിന്തകൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കാറുമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണെന്നും അതിനെ തിരുത്താനോ മായ്ച്ചു കളയാനോ സാധ്യമല്ല എന്നറിയുമെങ്കിലും നമ്മൾ പലതും ആലോചിച്ച് വിഷമിക്കാറുണ്ട്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വരാനിരിക്കുന്ന സമയം നമുക്കെങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യാം, അതെങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നാണ്. ചെയ്തുപോയ തെറ്റുകൾക്ക് സ്വയം മാപ്പ് കൊടുക്കുക. നമ്മുടെ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫോർഗിവ് യുവർ സെൽഫ്, മൂവ് ഓൺ. പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ബന്ധങ്ങളില്ലാതെ, കൂട്ടുകൂടലുകളില്ലാതെ നമ്മുടെ ജീവിതം പൂർണ്ണമാകില്ല. എന്നാൽ പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ പോലും മറന്ന് നമ്മൾ ഈ കൂട്ടത്തിൽ പെട്ടുപോകാറുണ്ട്. മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഈ പ്രാധാന്യവും സമയവും സ്വന്തം കാര്യങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. എന്താണോ പ്രധാനപ്പെട്ടത് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാനും അത്ര പ്രധാനപ്പെട്ടതല്ലാത്തവയെ മാറ്റിവെക്കാനും ശ്രമിക്കണം. സെറ്റ് ബൗണ്ടറീസ്. അൺഹെൽത്തിയായ ബന്ധങ്ങളെ, കൂട്ടുകെട്ടുകളെ ഒഴിവാക്കുക. അത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ തകർക്കുകയോ നിങ്ങളെ ചീത്ത ശീലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ പഠിക്കുക. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതി ആവശ്യമില്ലാത്ത, നിങ്ങൾക്കൊരു തരത്തിലും ഗുണകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അവസാനിപ്പിക്കുക. മീനിങ്ഫുള്ളായ, ഹെൽത്തിയായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ബി ഫോർ യുവർ സെൽഫ്. നമ്മൾ ഒറ്റയ്ക്കാവുന്ന സന്ദർഭങ്ങളുണ്ടാവാം. എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിൽക്കാൻ ആളുകളില്ലാത്ത സന്ദർഭങ്ങളുണ്ടാവാം. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എനിക്കിതല്ല വേണ്ടത്, എനിക്കിതാണ് വേണ്ടത് എന്ന് കൃത്യമായി പറയാൻ നിങ്ങൾക്ക് കഴിയണം. പ്രാക്ടീസ് സെൽഫ് കെയർ. സെൽഫ് കെയർ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നിങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും ശുചിത്വവും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആരോഗ്യകരമായ ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കുക. അനാരോഗ്യകരമായ ശീലങ്ങളിൽ അവസാനിപ്പിക്കുക. പോസിറ്റീവ് സെൽഫ് ടോക്ക്. നിങ്ങളുടെ ചെറിയ വീഴ്ചകളിൽ, ചെറിയ പരാജയങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാനൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെ പോകും നെഗറ്റീവ് ചിന്തകളുടെ ലിസ്റ്റ്. എന്നാൽ നിങ്ങളുടെ ചെറിയ ചെറിയ വിജയങ്ങളിൽ, സന്തോഷങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കാറുണ്ടോ? സ്വയം അഭിനന്ദിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ചിയർ ഗേൾ ആവേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളോട് സംസാരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. നിങ്ങളിലെ നല്ല കാര്യങ്ങളെ പുകഴ്ത്തുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസോഴ്സസിനെ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ, നിങ്ങളുടെ കഴിവുകളെ ആക്സെപ്റ്റ് ചെയ്യുക. അവരോട് താങ്ക്ഫുൾ ആവുക. എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആയിരിക്കില്ല, അങ്ങനെ ആവണമെന്നുമില്ല. ഓരോരുത്തരും വ്യത്യസ്തരാണ്. മറ്റു പലർക്കുമില്ലാത്ത പല കഴിവുകളും നിങ്ങൾക്കുണ്ടാവാം. അത് തിരിച്ചറിയുക. അതൊരു പോരായ്മയോ ഒരു കുറ്റമോ അല്ല. അതാണ് നിങ്ങൾ. മറ്റുള്ളവരിൽ നിന്ന് അതാണ് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത്. അതിനെ ഫോക്കസ് ചെയ്യുക, അതിൽ അഭിമാനിക്കുക. സ്വന്തം വാല്യൂ മനസ്സിലാക്കുക എന്നതാണ് സന്തോഷകരമായി ജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ എങ്ങനെയാണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ മത്സരിക്കുന്നത് മറ്റുള്ളവരോടല്ല. നിങ്ങളുടെ മത്സരം നിങ്ങളോട് തന്നെയാണ്. ഇന്നലത്തേതിനേക്കാളും നല്ലൊരു വ്യക്തിയായി നാളെ മാറുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. റെസ്പോൺസിബിളായി ജീവിക്കുക. ഇൻറ്റൻഷണലായി ജീവിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകനും വരാനില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രക്ഷകൻ. നിങ്ങളുടെ സൗന്ദര്യമോ ശരീരമോ ജോലിയോ ശമ്പളമോ ഒന്നുമല്ല നിങ്ങൾ ആരാണ് എന്ന് നിർണ്ണയിക്കുന്നത്.
അത് നിങ്ങൾക്ക് ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. നിങ്ങളുടെ ഇല്ലായ്മകളെക്കുറിച്ചോർത്ത്, നഷ്ടബോധങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടാനല്ല, നിങ്ങളുടെ സൗഭാഗ്യങ്ങളെ ഓർത്ത് അഭിമാനിക്കാനാണ് ശ്രമിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ സീക്രട്ട് ടു ഹാപ്പിനെസ്. വീഡിയോ ഇഷ്ടമായോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.